ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യോക്ക് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതേ യോക്ക് നൈറ്റിയുടെ നമ്മൾ യോക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, യോക്കാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പം ഈ യോക്കിൻ്റെ അടിയിൽ ചെറിയൊരു പൈപ്പിംഗ് വയ്ക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ, ക്രോസ് പീസ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ക്രോസ് പീസ് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ആ പീസിൻ്റെ ഒരു സൈഡ് ഇറങ്ങി ഒരു സൈഡ് കയറിയായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. അപ്പം നമ്മൾ മറ്റൊരു സൈഡ് നമ്മൾ ജോയിൻ ചെയ്യുന്ന പീസിൻ്റെ കയറിയ വശം ഇറങ്ങിയ വശത്തോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അതായത് ഇതുപോലെ കയറിയ വശം ഇറങ്ങിയ സൈഡിലോട്ടും ഇറങ്ങിയ വശം കയറിയ സൈഡിലോട്ടും പിടിച്ച് ഇതുപോലെ തന്നെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. എങ്കിലാണ് ക്രോസ് പീസ് നല്ല നീറ്റിന് നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് ക്രോസ് പീസ് കിട്ടത്തില്ല. എന്നിട്ട് ഞാൻ ഒന്ന് സ്റ്റിച്ച് ഇട്ട് എടുക്കുകയാണ് കേട്ടോ. 2 സ്റ്റിച്ചിട്ട് എടുക്കുന്നുണ്ട്. കടയിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നീറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ക്രോസ് പീസ് ജോയിൻ ചെയ്യുന്നത്. കണ്ടില്ല, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് അവിടെ നമ്മൾ ജോയിൻ ചെയ്തതിൻ്റെ തുമ്പ് കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ 2 സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് നീറ്റാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കണ്ടില്ല, അപ്പോൾ എനിക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഈ റോങ് സൈഡ് എന്ന് പറയുന്നത് തയ്യൽ തുമ്പ് കാണുന്നതാണ് കേട്ടോ. ക്രോസ് പീസിൻ്റെ റോങ് സൈഡ്, തയ്യൽ തുമ്പ് കാണാത്തത് നല്ല വശമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ യോക്ക് പീസ് എടുത്തിട്ടുണ്ട്. നല്ല വശവും ചേർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതേ മുകളിൽ വന്നേക്കുന്നത് നമുക്ക് ഇതാണ്ട് ഈ ജോയിൻറ്റ് വന്നിട്ടുള്ള ഭാഗമാണ് ക്രോസ് പീസിൻ്റെ മുകൾ, അതായത് റോങ് സൈഡാണ് മുകളിൽ വന്നിട്ടുള്ളത്. നല്ല വശമാണ് ഞാൻ യോക്ക് പാർട്ടിൽ ചേർത്ത് വെച്ചിട്ടുള്ളത്, കണ്ടില്ലേ. എന്നിട്ട് നമുക്ക് 4 ഇഞ്ചിൽ സ്റ്റിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ക്രോസ് പീസ് നമ്മൾ എപ്പോഴും സ്റ്റിച്ചിടുമ്പോൾ 4 ഇഞ്ചിലായിരിക്കണം സ്റ്റിച്ചിടേണ്ടത്, എങ്കിലേ നമുക്ക് അടിച്ച് മറിക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് ചെറിയ കട്ടിട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാണ്ട് കട്ടിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതേ ബാലൻസ് പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നത്, നമുക്ക് ആവശ്യമുണ്ട് അങ്ങനെ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതേ ചെറിയ രീതിയിലല്ല, ഇത്തിരി വലിയ രീതിയിൽ തന്നെ എനിക്കൊന്ന് കാണത്തക്ക രീതിയിൽ പൈപ്പിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി എടുക്കാനുണ്ട്. 2ആയിട്ട് മടക്കി എടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ഫുള്ളും മടക്കി നമുക്ക് സ്റ്റിച്ചിട്ട് എടുക്കാം. കടൽ ഇതുപോലെയാണ് കേട്ടോ ഞാൻ മടക്കുന്നത്. ആദ്യം ഞാനൊന്ന് തയ്യൽ തുമ്പ് മാറ്റിയിട്ട് അതിനകത്തോട്ട് നമ്മൾ ക്രോസ് പീസ് ഒരു തവണ മടക്കിയിട്ട് പിന്നെ തയ്യൽ തുമ്പോടെ ചേർത്ത് ക്രോസ് പീസ് ഇപ്പുറത്തോട്ട് മടക്കി വയ്ക്കും കേട്ടോ. എന്നിട്ടാണ് ഞാൻ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ഫുള്ളും ഇതുപോലെ സ്റ്റിച്ചിട്ട് എടുക്കാം കേട്ടോ. കണ്ടില്ലേ, അപ്പം ഞാൻ ഇതുപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു വീതിക്ക് എനിക്ക് വേണമെന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാനിത് സ്റ്റിച്ച് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമുക്ക് ബാലൻസ് നമ്മളെ ഫ്രണ്ട് പീസിൻ്റെ തന്നെ ബാലൻസ് എടുത്ത് നമുക്ക് ഇതുമായിട്ടൊന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമ്മളെ ബാലൻസിന് മുകളിലോട്ട് നമ്മളെ യോക്ക് പീസ് ഒരു 1/2 ഇഞ്ചോളം മുകളിലോട്ട് കയറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ചിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ക്രോസ് പീസിൽ കൊള്ളരുത് കേട്ടോ. ആ ഒരു ക്രീം കളറ് ക്ലോത്തിൽ കയറാണ്ട് അതിൻ്റെ അരുവിൽ കൂടെ തന്നെ മുകളിൽ അരുവിൽ കൂടെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ചിട്ട് എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഫുള്ള് സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത് 2 സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത നൂലൊക്കെ എല്ലാം കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഏത് പാർട്ട് ജോയിൻ ചെയ്തിട്ടാണെങ്കിലും നൂലൊക്കെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എനിക്ക് ഇടാണ്ട് 1/2 ഇഞ്ച് കണ്ടില്ലേ മുകളിലോട്ടാണ് ഞാൻ കയറ്റി വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ചിട്ട് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, എല്ലായിടത്തും തയ്യൽ തുമ്പുണ്ട്. 2 സ്റ്റിച്ചും എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഫ്രണ്ട് പീസിൽ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതിനുവേണ്ടി ഞാൻ കറക്റ്റ് ഇത് 2ആയിട്ട് മടക്കി വെച്ചിട്ട് മുട്ട് പിൻസൊക്കെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എനിക്ക് ലെങ്ത് വേണ്ടുന്നത് 6 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് ലെങ്തിൻ്റെ നീളം. വീതി എന്ന് പറയുന്നത് 3 ഇഞ്ചാട്ടോ. അങ്ങനെ ഞാൻ 2 ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു സ്ക്വയർ ആക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ഏത് മോഡൽ ചെയ്യുമ്പോഴും സ്ക്വയർ ആക്കുക ആദ്യം. സ്ക്വയർ ആക്കിയിട്ട് ആ സ്ക്വയറിനകത്ത് വേണം കേട്ടോ നമ്മൾ ഏത് മോഡലും നെക്കിൻ്റെ മോഡലും ചെയ്യാനായിട്ട്. അപ്പോൾ സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയർ രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് കണ്ടിട്ട് ഈ ഒരു കർവ് വെച്ചിട്ട് തന്നെ ഞാനിപ്പോൾ റൗണ്ട് നെക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ റൗണ്ട് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ആ ലെവലിൽ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ നമ്മളെ നെക്കിലും ചെറിയൊരു പൈപ്പിംഗ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെറുതായിട്ട് തന്നെ നമ്മൾ ആ ഒരു യോക്ക് പാർട്ടിൽ പൈപ്പിംഗ് ചെയ്ത് അതേ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ആ ഒരു ക്രീം കളർ ക്ലോത്ത് ഉണ്ടല്ലോ, അത് തന്നെ വെച്ചിട്ട് ഞാൻ ഇവിടെയും പൈപ്പിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്രോസ് പീസ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ആ ക്രോസ് പീസും ഇതുപോലെ തന്നെ നമുക്കൊന്ന്, ഇത് ഞാൻ ജോയിൻ ചെയ്യുന്നില്ല കേട്ടോ, കാരണം ഒരു ക്രോസ് പീസ് കൊണ്ട് തന്നെ എനിക്കിത് നെക്ക് അടിക്കാൻ പറ്റും. അപ്പോൾ 4 ഇഞ്ചിൽ തന്നെ അടിച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മളെപ്പോഴും ക്രോസ് പീസ് 4 ഇഞ്ചിലേ അടിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ തന്നെ അടിച്ചെടുക്കുകയാണ്. അടിച്ചെടുത്തിട്ട് ചെറിയ കട്ടിങ്സ് കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതുകൊണ്ട് നമ്മൾ തയ്യൽ തുമ്പി കൊള്ളരുത്. അതിന് മുന്നേ തന്നെ 1/2 ഇഞ്ച് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ആ നെക്ക് മലന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്കിതുപോലെ കുഞ്ഞു കട്ടിട്ടെടുക്കാം കേട്ടോ, തയ്യൽ തുമ്പിൽ കൊള്ളാണ്ട്. എന്നിട്ട് ഞാൻ ഇതിലൂടെ ഒരു ചെറിയ പൈപ്പിംഗ് ആട്ടോ ചെയ്യുന്നത്. അപ്പം ആദ്യം ഞാൻ തയ്യൽ തുമ്പ് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് ആ ഒരു മടക്കിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യൽ തുമ്പോടെ ചേർത്ത് ബാക്കിലോട്ട് മറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കൊരു ചെറിയ രീതിയിൽ പൈപ്പിംഗ് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ, ഈ രീതി കിട്ടും. അപ്പോൾ ഈ രീതി തന്നെ ഞാൻ ഫുള്ളും ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ആദ്യം മടക്കിയതുപോലെ തന്നെ ഇങ്ങനെ മടക്കി വെച്ച് നമുക്ക് ഫുള്ളും ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ പൈപ്പിംഗ് ഒക്കെ ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലത് ക്രോസ് പീസാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് പൈപ്പിംഗ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ, ബാക്കൊക്കെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അയൺ കൂടെ ചെയ്തെടുത്ത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. ഇതിൻ്റെ ഇതേ ബാക്ക് പീസ് എടുത്തിട്ടുണ്ട്. ബാക്ക് പീസും ക്രോസ് പീസ് വെച്ചിട്ടാണ് ഞാൻ മടക്കി അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പൈപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്തതുപോലെ ഫ്രണ്ട് പീസ് ചെയ്തതുപോലെ 4 ഇഞ്ചിൽ നമുക്കൊന്ന് മടക്കി അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ 4 ഇഞ്ചിൽ കണ്ടില്ലേ, ഞാൻ അതിൽ ചെയ്ത പോലെ തന്നെ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് തിരിച്ചെടുത്തില്ല കേട്ടോ, ചെറിയ കട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ തയ്യൽത്തുമ്പി കൊള്ളാത്ത ചെറിയ കട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്യാം കേട്ടോ. ബാക്ക് പീസ് എപ്പോഴും ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമേ ബാക്കിലോട്ട് നല്ല രീതിയിൽ അടിച്ചു മറിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ ഫ്രണ്ടല്ല നല്ല പീസും തമ്മിൽ ചേർത്ത് വയ്ക്കുക, കണ്ടില്ലേ. എന്നിട്ട് നമ്മുടെ ഒരു ക്രോസ് പീസ് എവിടെയാണോ സ്റ്റിച്ചിങ് നിന്നിട്ടുള്ളത് അവിടോട്ട് കറക്റ്റ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു ഷോൾഡർ കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം ക്രോസ് പീസ് ഫ്രണ്ട് പീസിൻ്റെ മുകളിലോട്ട് മറിക്കുക. എന്നിട്ട് നമ്മൾ തയ്യൽ തുമ്പുണ്ടല്ലോ, ബാക്ക് പീസും ക്രോസ് പീസും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള തയ്യൽ തുമ്പും കൂടെ നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ മുകളിലോട്ടൊന്ന് മറിച്ചെടുത്തിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് 1/2 ഇഞ്ചിലിട്ട് 1/2 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ 1/2 ഇഞ്ചിൽ നമുക്ക് 2 സ്റ്റിച്ചിട്ട് എടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ 2 സ്റ്റിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 ഷോൾഡറും ഇതേപോലെ ഞാനിപ്പോൾ കാണിച്ച രീതി തന്നെ ഞാൻ കണ്ടില്ലേ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു പീസ് കേട്ടോ, ബാക്ക് ഫ്രണ്ട് ഏതെങ്കിലും ഒരു പീസ് പിടിച്ച് വലിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഇതുപോലെ തന്നെ കിട്ടും. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഷോൾഡർ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പീസ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി വേണം ബാക്ക് പീസിൻ്റെ നമ്മളെ ക്രോസ് പീസ് നല്ല രീതിയിൽ മടക്കി അടിക്കാൻ. അതിനുവേണ്ടി ഞാൻ റോങ് സൈഡ് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. റോങ് സൈഡ് എടുത്തിട്ട ശേഷം അതിൻ്റെ തയ്യൽ തുമ്പ്, നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത തയ്യൽ തുമ്പുണ്ടല്ലോ അത് ബാക്ക് പാർട്ടിലേക്ക് വയ്ക്കണം കേട്ടോ. നമ്മൾ ബാക്ക് പീസിലോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ക്രോസ് പീസ് ഒന്ന് മടക്കി കൊടുക്കാം. ക്രോസ് പീസ് 2ആയിട്ട് നല്ലോണം മടക്കിയിട്ട് ഇതുപോലെ തയ്യൽ തുമ്പ് സൂചി കുത്തി നിർത്തുക കേട്ടോ. സൂചി കുത്തി നിർത്തി ഇതുപോലെ തിരിച്ചെടുത്തിട്ട് വേണം നമുക്ക് ക്രോസ് പീസ് മടക്കി വെക്കാം കേട്ടോ. ഇത് നമ്മൾ പൈപ്പിംഗ് ചെയ്യാത്തത് കൊണ്ട് നല്ല രീതിയിൽ മടക്കി ഉള്ളിലോട്ട് വെക്കാം. അപ്പോൾ ആദ്യം ഞാൻ നെക്കിൻ്റെ എഡ്ജിൽ കൂടെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്തെടുത്ത് നമുക്ക് ഇപ്പുറത്തെ ഷോൾഡർ വഴിയെങ്കിൽ പുറത്തെടുക്കാം. നമ്മൾ തയ്യൽ തുമ്പ് ബാക്ക് പാർട്ടിലോട്ട് ആക്കി വെച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ചിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇടുമ്പോൾ ചിലപ്പോൾ ക്രോസ് പീസ് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് ഒഴിവാക്കാനായിട്ട് ക്രോസ് പീസിൻ്റെ ഇപ്പുറത്തെ വശത്ത് കൂടി നമുക്കൊന്ന് സ്റ്റിച്ചിട്ട് നല്ല ഫിനിഷ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ കട്ടിങ്സ്. ഞാൻ ആ ഒരു യോക്ക് നൈറ്റ് സിമ്പിളായിട്ട് എങ്ങനെയാണ് വരുന്നതെന്നുള്ളതാണ് കേട്ടോ മെയിനായിട്ട് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യുക, അതുപോലെ 2 സൈഡും ഒന്ന് അടിക്കുക, പിന്നെ നമുക്ക് താഴെ അടിവശം കൂടെ മടക്കി അടിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ കട്ടിങ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ എല്ലാ ഡൗട്ടും മാറും കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ? ഈ ഒരു മോഡലൊക്കെ ഞാൻ നമ്മൾ ക്രോസ് പീസിൽ ബാലൻസ് വെച്ചിട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.